കോഴിക്കോട് മാത്രമല്ല കണ്ണൂരിലും കനത്ത മഴയാണ്. കുറുവയിൽ 2 വീടുകൾക്ക് മുകളിലേക്ക് മതിൽ ഇടിഞ്ഞു വീണിട്ടുണ്ട്. ഉഷ, ജാസ്മിൻ എന്നിവരുടെ വീടുകൾക്കാണ് കേടുപാടുകൾ സംഭവിച്ചത്. ഇന്ന് രാവിലെ 7 മണിയോടെയാണ് അപകടമുണ്ടായത്. ഇന്നലെ രാത്രി മുതൽ കനത്ത മഴയാണ് കണ്ണൂർ ജില്ലയിൽ എമ്പാടും അനുഭവപ്പെടുന്നത്. കണ്ണൂർ നഗരത്തോട് ചേർന്നുള്ള കുറുവ എന്ന സ്ഥലത്താണ് ഇന്ന് പുലർച്ചെ മതിലിടിഞ്ഞ് 2 വീടുകൾക്ക് സമീപത്തേക്ക് വന്ന് വീണത്. 2 വീടുകൾക്കും കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ട്. ഈ കല്ലും ഈ കോൺക്രീറ്റ് ചെയ്തതിൻ്റെ ഭാഗങ്ങളും ഒക്കെ തന്നെ വീടുകളുടെ മുകളിലേക്ക് വന്ന് വീണു. അങ്ങനെ വീടിൻ്റെ ഷെയ്ഡിനടക്കം കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ട്. 2 വീടുകളുടെ പിൻഭാഗത്താണ് ഈ സംഭവം ഉണ്ടായിട്ടുള്ളത്. അതായത് ഈ ജാസ്മിനൊപ്പം തന്നെ ഉഷാജ്, ഈ 2 പേരുടെ വീടുകൾക്കാണ് ഇപ്പോൾ ഈ കേടുപാടുകൾ സംഭവിച്ചിട്ടുള്ളത്. 7 മണിക്ക് പെട്ടെന്ന് ഇങ്ങനെ ഒച്ചയായിട്ടൊരു ഇടിയെടുത്തതെന്നാണ് വിചാരിച്ചത്. അപ്പം മോനുണ്ടായിട്ടില്ല, പുറത്തേക്ക് പോയി ഞാൻ കളിക്കാൻ. അങ്ങനെ ആ മോനെയും ചൊല്ലിയിട്ട് ഇങ്ങനെ ഓടിയതാണ്. അന്നേരമാണ് ഇപ്പുറത്തുനിന്ന് ഇവളും ഇങ്ങനെ ഓടിയിട്ട് വരുന്നു. എടി നമ്മളെ പുരേന്ന് അങ്ങനെ പോയിനി അന്നേരം ഇപ്പോൾ വീട്ടിൻ്റെ പുറത്ത് വന്നേരാണ് ഇത് സംഭവം കാണുന്നത്. കിടന്നിടത്താ ഈ സംഭവം ഉണ്ടായിനി. അന്നേരം ഞാൻ ഈ ഇടിയെടുത്തേന്ന് ചൊല്ലിയിട്ട് മോൻ പുറത്ത് പോയതല്ലേ, അതിനുള്ളിൽ ഞാൻ ഈനെ ഓടിയതാണ്. മോനെ പരുതിയിട്ട് പോനതാണ്. പുറത്ത് ഈ നോക്കുമ്പോൾ സംഭവം ഇതിങ്ങനെ കാണുന്നു. വീട് ഒരു ഫുൾ കുലുക്കം വന്നിന്. അത് ഇറങ്ങി നോക്കുമ്പോൾ റൂം നോക്കുമ്പോൾ അങ്ങനെ ക്ലാസ്സെല്ലാം ഇതായിട്ട് പിന്നെ കല്ലങ്ങനെ ഇടിഞ്ഞിട്ട് ഇതാ സെൻസൈഡ് അങ്ങനെ പോയിനി. നമ്മൾ ആദ്യമേ പുണ്യെ പറയലുണ്ട് ഇയാളോട്, ഇയാളൊന്നും കൂട്ടാക്കലില്ല. എന്നിട്ട് ഇയാളോട് നമ്മൾ പറയും വില്ലേജിൽ, അന്നേരം വില്ലേജിൽ ഞാൻ പോട്ടെ എന്ന് പറയും. അന്നേരം പറയും വേണ്ട, നിങ്ങൾ വില്ലേജിലൊന്നും പോകണ്ട, ഇങ്ങനെ എല്ലാം ശരിയാക്കി തരൂ, എല്ലാം നമ്മളെല്ലാം ശരിയാക്കി തരും എന്ന് പറഞ്ഞാൽ നമ്മൾ വിടാണ്ടിരുന്നതാണ് വില്ലേജ്. പിന്നെ നമ്മളന്നേരം പറയും, കെട്ടാൻ മുന്നിലേ പറഞ്ഞു ഇനി ഇത് ഇങ്ങനെ കെട്ടല്ലേ, നമ്മൾ വീടെടുത്തിട്ട് ആകെ 1 വർഷമായിട്ടുള്ളൂ. അത്ര ആശ നിന്നിട്ട് ആശ കെട്ടിച്ചില്ല. ഇപ്പോൾ ഈ മയക്ക് വെള്ളം ഇറങ്ങി വരുന്നുണ്ട്. ഇപ്പം വീഴാൻ മുന്നിലേ വെള്ളം ഇറങ്ങി വരുന്നുണ്ട്. അന്നേരം നമ്മൾ പറയും, അന്നേരം പറഞ്ഞ് ഇനി നമ്മൾ ശരിയാക്കി തരാൻ ശരിയാക്കി തന്നിട്ടില്ല. എന്നിട്ടേ പിന്നെ സംഭവിക്കുന്നത്. മെമ്പർ നമുക്കൊപ്പമുണ്ട്. എന്താണ് ഇപ്പോൾ നിങ്ങൾക്ക് ഇതിൽ ചെയ്യാൻ പറ്റിയത്? രാവിലെ 8:30 ഇവർ വിവരം വിളിച്ച് പറഞ്ഞത്. പോലീസ് സ്റ്റേഷനിലാണ് ഇവർ ആദ്യം അറിയിച്ചത്. അപ്പോൾ പോലീസാണ് എന്നെ വിളിച്ചത്. ഞാൻ 8:30 മണിയോടെ ഇവിടെ എത്തിയിട്ടുണ്ട്. മേയറും വന്നിട്ട് പോയിട്ട് മേയർ ഓണറെ വിളിച്ചു. അന്നേരം ഓണർ ആദ്യം വിളിച്ചപ്പോൾ ഓണർ ഫോൺ എടുത്തിട്ടില്ല. പിന്നീട് മേയർ വിളിച്ചപ്പം പറഞ്ഞപ്പോൾ നമ്മൾ വരുന്നുണ്ട്, ഇതൊക്കെ നീക്കം ചെയ്യാമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. മഴ വരും ദിവസങ്ങളിൽ ശക്തമാകും. ഇപ്പോൾ ഒരു മഴയുടെ തുടക്കം മാത്രമാണ് സംഭവിച്ചിട്ടുള്ളത്. ആ തുടക്കത്തിൽ തന്നെ ഇത്രയും വലിയ നാശനഷ്ടങ്ങൾ സംഭവിച്ചു എന്നതാണ്. അതുകൊണ്ട് ജില്ലയിലുടനീളം ജാഗ്രത തുടരണം എന്നതാണ് ഇപ്പോൾ ജില്ലാ ഭരണകൂടം അറിയിക്കുന്നത്. കണ്ണൂരിൽ നിന്നും ഷാജു ചന്ദ്രപുരയ്ക്കൊപ്പം ഫെലിക്സ്, മാതൃഭൂമി ന്യൂസ്.